സോ നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി എന്നുള്ള ഒരു ആർട്ടിക്കിളാണ് സ്റ്റീഫൻ ഡെവേറോയുടെയും ജെനി എഡ്വേർഡ്സിൻ്റെയും. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റീഫൻ ഡെവേറോ ആൻഡ് ജെനി എഡ്വേർഡ്സ് ആരാണെന്ന് നോക്കാം. സ്റ്റീഫൻ ഡെവേറോ എന്ന് പറയുന്നത് ഒരു എക്കണോമിസ്റ്റ് ആണ്. അയാൾ ഫുഡ് സെക്യൂരിറ്റി, സോഷ്യൽ പ്രൊട്ടക്ഷൻ, പോവേർട്ടി അലീവിയേഷൻ, അതായത് പോവേർട്ടിയെ തുടച്ചു നീക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താ പറയുക സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം, അതായത് സ്റ്റീഫൻ ഡെവേറോ. സോ അദ്ദേഹത്തിൻ്റെ ഫോക്കസ് കൂടുതലും ഉള്ളത് ഈ ഫുഡ് സെക്യൂരിറ്റിയുടെ കാര്യമാണെങ്കിലും സൊസൈറ്റിയുടെ സോഷ്യൽ പ്രൊട്ടക്ഷൻ്റെ കാര്യമാണെങ്കിലും പോവേർട്ടിയുടെ അലീവിയേഷൻ എന്നിങ്ങനെയുള്ള ഈ ഒരു പ്രോഗ്രാംസിൽ അല്ലെങ്കിൽ ഈ ഏരിയാസിൽ അദ്ദേഹം കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് സബ് സഹാറൻ ആഫ്രിക്കയിലാണ്, അതായത് ആഫ്രിക്കൻ റീജിയനിലാണ്. ഐ മീൻ നിയർ ബൈ ടു ദ സഹാറ ഡെസേർട്ട്, ആ ഒരു റീജിയനിലാണ് ഇദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ അദ്ദേഹം അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് സസെക്സിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലാണ് ഇദ്ദേഹം അസോസിയേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ ഒരുപാട് പബ്ലിക്കേഷൻസ് ഉണ്ട്. ഇദ്ദേഹം എപ്പോഴും പബ്ലിക്കേഷൻസ് എല്ലാം ഈ ഫാമിനെ കുറിച്ച്, ഫുഡ് ഇൻസെക്യൂരിറ്റിയെ കുറിച്ചും ഒക്കെയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. നെക്സ്റ്റ് ജെനി എഡ്വേർഡ്സ് ആണ്. ജെനി എഡ്വേർഡ്സ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും സോഷ്യോ എക്കണോമിക് ആസ്പെക്റ്റുകളെ കുറിച്ചുമൊക്കെയാണ് ഇതേവരും എന്ത് ചെയ്യുന്നത്, അവരുടെ റിസർച്ചും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ജെനി എഡ്വേർഡ്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ഡെവലപ്മെൻറ്റും ക്ലൈമറ്റ് ചേഞ്ചും സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റും കൂടിയാണ്. ആൻഡ് അവരുടെ കരിയർ എന്ന് പറയുമ്പം സ്റ്റീഫൻ ഡെവേറോ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കരിയറിനെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ലെസ് പ്രൊമിനൻ്റ് ആണ്. പക്ഷേ അവരെന്താണ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഏരിയാസ് ആണെങ്കിലും അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾസ് ആണെങ്കിലും കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത് അതിനകത്താണ്. സോ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ആർട്ടിക്കിൾ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി കൊളാബറേറ്റ് ചെയ്ത ഒരു ആർട്ടിക്കിളാണ്, സ്റ്റീഫൻ ഡെവേറോയും ജെനി എഡ്വേർഡ്സും. അതെന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് ഫുഡ് സെക്യൂരിറ്റിയിൽ, അതായത് ക്ലൈമറ്റ് മാറുമ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലും നമ്മുടെ നേച്ചർ, ഭൂമിയിൽ ഉണ്ടാകുന്ന സീസൺസിൻ്റെ കാര്യത്തിൽ സീസണൽ ചേഞ്ചസ് എങ്ങനെ ഇമ്പാക്റ്റ് ആവുന്നു, സീസൺസിനെ എങ്ങനെ ഇമ്പാക്റ്റ് ആവുന്നു, അതുവഴി ഫുഡിനെ എങ്ങനെ ബാധിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മഴ പെയ്യേണ്ട സമയത്ത് പെയ്യാതെ വേറൊരു സമയത്താണ് പെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്തുണ്ടാവുന്ന ക്രോപ്സിന് അല്ലെങ്കിൽ അഗ്രികൾച്ചറിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. അപ്പോൾ അതുവഴി എന്ത് ചെയ്യുന്നു, ഫുഡിനെ അത് ഇമ്പാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ക്ലൈമറ്റ് ചേഞ്ചും അതിൻ്റെ ഫുഡ് സെക്യൂരിറ്റി എന്നുള്ള ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മെയിൻലി ഈ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു റിസർച്ച് എന്ന് പറയുന്നത് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് സബ് സഹാറൻ ആഫ്രിക്കയിലെ ആ സഹാറ റീജിയനിലെ ആ ഒരു ഏരിയയിലാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ടറി പാർട്ടിനകത്ത് ഇവർ രണ്ടുപേരും പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ഫുഡ് സപ്ലൈ ഒരുപാട് ആഡിക്വേറ്റ് ആണ്. അതായത് ഗ്ലോബലി ഫുഡിൻ്റെ കാര്യത്തിൽ സപ്ലൈ എന്ന് പറയുന്ന ആഡിക്വേറ്റ് ആണെങ്കിലും പക്ഷേ എന്നിരുന്നാലും 1999 അല്ലെങ്കിൽ 2001 എന്നുള്ള കാലഘട്ടം എടുത്ത് നോക്കിയാൽ സ്റ്റിൽ ഇപ്പോഴും അണ്ടർ നറിഷ്മെൻറ്റ് ഒരു ഇഷ്യൂ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. അണ്ടർ നറിഷ്മെൻറ്റ് എന്ന് വെച്ചാൽ ആവശ്യത്തിന് ഫുഡൊന്നും ഇല്ലാതെ ആളുകൾക്ക് ഹെൽത്തിനെ അത് ബാധിച്ച് ഒരുമാതിരി മാൽ ന്യൂട്രീഷൻ പോലെ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും അതിൽ എഫക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. ആ ഒരു അണ്ടർ നറിഷ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഇഷ്യൂ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 798 മില്യൺ പീപ്പിളിനെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ അവർ നോക്കിയേക്കുന്ന ഇയർ എന്ന് പറയുന്നത് 1999 to 2001 എന്നുള്ള ഇയറിലാണ് ഇവർ ഈ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു കാലഘട്ടത്തിൽ പോലും 798 മില്യൺ പീപ്പിൾ അണ്ടർ നറിഷ്മെൻറ്റ് എന്നുള്ള ഇഷ്യൂ ഇവരെ ഫേസ് ചെയ്യുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഫുഡ് സെക്യൂരിറ്റിയുടെ റിസ്ക് കൂട്ടുന്ന കാര്യമാണ്. അതായത് ഫുഡ് പ്രൊഡക്ഷനെയും ഫുഡ് ഡിസ്ട്രിബ്യൂഷനെയും ഗ്ലോബലി അത് എഫക്റ്റ് ചെയ്യുന്നു. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ജൂണിൽ പെയ്യേണ്ട മഴ വേറൊരു മാസത്തിലാണ് പെയ്യുന്നത്. അത് ഭയങ്കര ഹെവി ആയിട്ട് പെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മാസത്തേക്ക് അഗ്രികൾച്ചറിൻ്റെ ഓൾറെഡി ചിലപ്പോൾ നമ്മൾ നാട്ടിലുണ്ടായിരിക്കും. അപ്പോൾ അത് ആണ് അവിടെ നശിച്ചു പോകുന്നതല്ലേ. ഇപ്പോൾ ഫ്ലഡ് വരുവാണെങ്കിൽ ഈ കുട്ടനാടൻ റീജിയനിലൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, എത്രയോ നെൽപ്പാടങ്ങൾ നശിച്ചു പോയി എന്ന് ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ നശിക്കുമ്പോൾ അതിൻ്റെ ഫുഡ് സപ്ലൈ കുറയുന്നു അല്ലേ, അത് ഡിസ്ട്രിബ്യൂഷനും കുറയുവാണ്. ദെൻ അതുപോലെ തന്നെ സബ് സഹാറൻ ആഫ്രിക്ക എന്നുള്ള സ്ഥലത്ത് അവിടെയുള്ള റീജിയൻസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ട്. HIV AIDS ഉണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ട്, അല്ലാതെ സിവിലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പുവർ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീണ്ടും ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെയും അവിടുത്തെ ഫുഡ് പ്രൊഡക്ഷൻ്റെ ഇത് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാരഗ്രാഫ്, ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഡിസ്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെക്കുറിച്ച് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റോൾ എന്താണ്, ക്ലൈമറ്റ് ചേഞ്ച് ഒരു കോംപ്ലിക്കേറ്റിംഗ് ഫാക്ടറാണ് ഫുഡ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റിയുടെ
കൃഷിയുടെ കാര്യത്തിൽ എന്ന് പറയുവാണ്. ദെൻ അടുത്തത്, എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് അഗ്രികൾച്ചറിനെ എഫക്റ്റ് ചെയ്യുന്നത്? ക്ലൈമറ്റ് ചേഞ്ചിന് അൺഈവൻ ആയിട്ടുള്ള ഇമ്പാക്റ്റുകളാണോ ഉള്ളത്. അതായത് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് അല്ല, കുറച്ച് കയറി ഇറങ്ങി അൺഈവൻ ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ടെമ്പറേറ്റ് ആൻഡ് പോളാർ റീജിയൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്ലൈമറ്റ് ചേഞ്ച് വന്നാലും ചില സ്ഥലങ്ങളിൽ കുഴപ്പമില്ല, ബെനിഫിഷ്യലായിട്ടേ വരൂ. പക്ഷേ ട്രോപ്പിക്കൽ അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ റീജിയൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ലോസസ് ഹാപ്പൻ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് അതായത് 9% ഉള്ള ഗ്ലോബൽ ക്രോപ്പ് ലാൻഡ് 2080 ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്താ പറയുക, ഇൻക്രീസ് ആകുമെന്നാണ് പറയുന്നത്. പ്രീഡോമിനൻ്റ്ലി നോർത്തേൺ ഏരിയാസിലൊക്കെ, നോർത്തേൺ ഹെമിസ്ഫിയർ റീജിയൻസിലൊക്കെ ഇൻക്രീസ് ആവുമെന്നാണ് പറയുന്നത്. പക്ഷേ സബ് സഹാറൻ ആഫ്രിക്ക വീണ്ടും എന്താണ്, അവരുടെ അഗ്രികൾച്ചറൽ ഫീൽഡ് ആണെങ്കിലും ലാൻഡ് ആണെന്നുണ്ടെങ്കിലും, അതായത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ലാൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത് അവർക്ക് ഒരുപാട് നഷ്ടമേ സംഭവിക്കത്തുള്ളൂ ആ ഒരു റീജിയനിൽ. അതുപോലെ തന്നെ വാട്ടറിൻ്റെ പ്രശ്നങ്ങൾ, വാട്ടർ പ്രോബ്ലംസും വാട്ടർ അവൈലബിലിറ്റി ഈ സബ് സഹാറൻ ആഫ്രിക്ക എന്നുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ, ഈ റീജിയൻസിൽ, അവിടെ ഉള്ള റീജിയൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഏതൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്? അഗ്രികൾച്ചർ ഫോളാവും, ലാൻഡ് ഒരുപാട് ലോസ് ആവും. അതായത് ഈ കൃഷി ചെയ്യാൻ പറ്റുന്ന ഭൂമി, ഫെർട്ടൈലായിട്ടുള്ള ലാൻഡ് അവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ വാട്ടർ അവൈലബിലിറ്റി കുറയും. അപ്പോൾ ഈ ഇവിടെ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അഗ്രികൾച്ചറൽ കോൺസിക്വൻസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അതായത് ഓരോ ഏരിയാസിൽ എങ്ങനെയായിരിക്കും. ചില ഏരിയാസ് ഗെയിൻ ചെയ്യും, അതായത് ക്ലൈമറ്റ് പാറ്റേൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചില ഏരിയാസിന് അത് ബെനിഫിഷ്യലായിട്ട് വരും, പക്ഷേ വൾണറബിൾ ആയിട്ടുള്ള റീജിയൻസ് സഫർ ചെയ്തുകൊണ്ടിരിക്കും. ഇനി എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് ഫുഡ് സെക്യൂരിറ്റി എഫക്റ്റ് ചെയ്യുന്നത്? ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഫുഡ് സെക്യൂരിറ്റി എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആവശ്യത്തിനുള്ള ഫുഡ് അവൈലബിൾ ആണോ അല്ലയോ, എല്ലായിടത്തും എത്തുന്നുണ്ടോ, ഗ്ലോബലി എങ്ങനെയാണ് ഫുഡ് പ്രൊഡക്ഷൻ, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്ലൈമറ്റ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ക്ലൈമറ്റ് ഇൻഡ്യൂസ്ഡ്, അതായത് ക്ലൈമറ്റിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, കറക്റ്റായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോക്കലായിട്ടുള്ള, അതായത് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ കുറയുവാണ്. അപ്പോൾ പ്രൈസ് എന്ത് ചെയ്യും? വില കൂടും. അത് പുവർ പീപ്പിളിനെ നല്ല രീതിയിൽ ബാധിക്കും, അല്ലേ? അപ്പോൾ എക്കണോമിക് ഗ്രോത്തിൻ്റെ ഒക്കെ ഇത് വരുവാണെന്നുണ്ടെങ്കിലും ക്ലൈമറ്റ് ചേഞ്ച് എക്കോണമിയെയും ബാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഹങ്കർ വരും, പട്ടിണി വരും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടും. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഡിസ്കസ്, അതായത് ഈ ഒരു ഇതിനകത്ത് പറയുന്നത് എന്താണ്? എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഡയമെൻഷൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് പറയുന്നത്. എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് പ്രൊഡക്ഷനെ ബാധിക്കുന്നത്, പ്രൈസിനെ ബാധിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ എക്കോണമിയെ തന്നെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഫുഡ് പ്രൊഡക്ഷൻ കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കടക്കാർ വില കൂട്ടി അതിനെ വിൽക്കും. അപ്പോൾ ആളുകൾ ആവശ്യക്കാരായതുകൊണ്ട് അവരെന്ത് ചെയ്യും? വാങ്ങിക്കും. അപ്പോൾ ഇപ്പം പാവപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യും? വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല. അവരപ്പോൾ എന്ത് ചെയ്യും? പോവേർട്ടിയിൽ കഴിയും. അപ്പോൾ അത് എക്കോണമിയും തമ്മിൽ തന്നെ ബാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ ബി ഡൺ? എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, അതായത് ക്ലൈമറ്റിനെ നമ്മൾ കറക്റ്റ് ആക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ജോലി. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് റെഡ്യൂസ് ചെയ്യും, പൊല്യൂഷൻ കുറയ്ക്കുക, പല രീതിയിലുള്ള അഡാപ്റ്റേഷൻസ് നമ്മൾ ചെയ്യും. അതായത് ഈ വരൾച്ചയൊക്കെ വരുമ്പം അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ടോളറൻ്റ് ആയിട്ടുള്ള ക്രോപ്പുകളെ നമ്മൾ വളർത്തണം. അഗ്രികൾച്ചർ നമ്മൾ ഫാം ചെയ്യുക. പിന്നെ അങ്ങനെയുള്ള പുതിയ പുതിയ ക്രോപ്സിനെയൊക്കെ നമ്മൾ നട്ടു വളർത്തണം. അതുപോലെ തന്നെ നാഷണലിയും ഇൻ്റർനാഷണലിയും നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് പ്ലാനുകൾ അല്ലെങ്കിൽ എഫേർട്ടുകൾ നമ്മൾ ചെയ്യുക. പിന്നെ പുവർ പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അസിസ്റ്റൻസ് കൊടുക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ക്ലൈമറ്റ് ചേഞ്ച് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മെഷേഴ്സ് എടുക്കണം, ലോക്കൽ ലെവലിലും നാഷണൽ ലെവലിലും ഗ്ലോബൽ ലെവലിലും. ദെൻ അടുത്ത, അപ്പം ഇതെങ്ങനെയാണ് തീരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു തീരുന്ന ലാസ്റ്റ് പാരഗ്രാഫിനകത്ത് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് പുവർ പീപ്പിളിനെയാണ് നല്ല രീതിയിൽ ബാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ സബ് സഹാറ എന്നുള്ള ആഫ്രിക്കൻ റീജിയനിലൊക്കെ വൾണറബിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ് അതൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഫുഡ് സെക്യൂരിറ്റി ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ പോപ്പുലേഷനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജീസ് അഡാപ്റ്റ് ചെയ്യുക. ഇൻ്റർനാഷണൽ സപ്പോർട്ടോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക? ക്ലൈമറ്റ് ചേഞ്ചിന് നമ്മൾ വരുതിയിലാക്കി വെക്കുക. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് കൺസിഡർ ചെയ്ത് അതിനുവേണ്ടി നമ്മളൊരു കളക്റ്റീവായിട്ട് നിന്ന് കമ്മിറ്റ്മെൻ്റ് ഒക്കെ നല്ല രീതിയിൽ ചെയ്ത് സിൻസിയർ ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് വഴി നമ്മൾ ആക്ഷൻസ് എടുക്കുക. അപ്പോൾ നെസസിറ്റി, ഇതിന് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവെക്കുക എന്നുള്ള നെസസിറ്റിയിലാണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്? എൻഡ് ചെയ്യുന്നത്.